പ്രാണനായി. രചന നിലാവിൻ്റെ കൂട്ടുകാരി. അവതരണം സാലിം കരുളായി. പരസ്പരം വലിഞ്ഞു മുറുക്കിപ്പോണ്ട് ഇരുവരും ആസ്വദിച്ച അതിരങ്ങളിലെ മതം നുകർന്നുകൊണ്ടേയിരുന്നു. ഇടയ്ക്കിടെ വീടെ കൈകൾ മിത്രയിട്ട ബനിയനിലൂടെ നൂണ്ടുകയറി കുസൃതി കാണിച്ച് അവളുടെ മാറിലെത്തി. മാറിലായി ഡെബിയുടെ കരങ്ങൾ മുറുകിയതും സിൽക്കാരത്തോടൊന്ന് ഉയർന്നു പൊങ്ങി മിത്ര ഡെബിയെ കൂടുതൽ അള്ളിപ്പിടിച്ചു. നിമിഷങ്ങൾ കടിഞ്ഞു പോകും തോറും ചുംബനം മുറുകി നാവുകൾ തമ്മിൽ കെട്ടിപ്പിണിഞ്ഞ് അവളിൽ നിന്നും ശബ്ദങ്ങൾ ഉയർന്നു. അവൾക്ക് ശ്വാസമെടുക്കാൻ ബുദ്ധിമുട്ട് തോന്നിയതും ഡെബി മിത്രയുടെ അതിരങ്ങളെ സ്വതന്ത്രമാക്കിയതും മിത്രയൊന്ന് ആഞ്ഞ് ശ്വാസം വലിച്ചു വിട്ട് ഡെവിയെ നോക്കിയതും ഡെവി വീണ്ടും മതിവരാത്ത പോലെ അവളുടെ അതിരങ്ങളിലേക്ക് ചേക്കേറി. നീണ്ട സമയങ്ങൾക്ക് ശേഷം അവൾ തളർന്നെന്ന് മനസ്സിലാക്കിയതും ഡെവി മനസ്സോടെ മിത്രയുടെ അതിരങ്ങളെ വിട്ടതും മിത്ര തളർച്ചയോടെ ഡെവിയുടെ നെഞ്ചിലേക്ക് പതുങ്ങിയതും ഡെവി അവളെയും കോരിയെടുത്ത് ബെഡ് ലക്ഷ്യം വെച്ച് നടന്നു. മാഷേ മാഷേ എണീക്ക്! ബെഡിൽ എണീറ്റിരുന്ന് രാധ തനിക്കരികിൽ കിടന്നുറങ്ങുന്ന ധ്യാനെ തട്ടി വിളിച്ചു. എന്താ രാധ, വയ്യേ? വേദനയുണ്ടോ? ഉറക്കത്തിൽ നിന്ന് ഞെട്ടി എണീറ്റ് ധ്യാന പപ്രാളത്തോട് കൂടെ ചോദിച്ചു. ഓ, ഈ മാഷിന് എപ്പോഴും ഈ ചിന്തയുള്ളൂ. രാധ ധ്യാനെ നോക്കി ചുണ്ടുകൂട്ടിക്കൊണ്ട് പറഞ്ഞു. നിനക്കത് പറഞ്ഞാൽ മതി, എൻ്റെ ഉള്ളിൽ തീ നിനക്കറിയില്ല. പിന്നെ നല്ല തീയ. ഞാൻ എത്ര നേരം വിളിച്ചിട്ട് എണീറ്റത്? ഇത്ര നേരം നിന്റെ കാല് ഇരിക്കല്ലായിരുന്നോ? അതിൻ്റെ ക്ഷീണത്തിൽ ഉറങ്ങിയതാ. അല്ല, നീ എന്തിനാ വിളിച്ചേ? കാല് വീണ്ടും വേദനിക്കുന്നുണ്ടോ? നീര് വന്നവളുടെ കാലെടുത്ത് തന്നെ മടിയിലേക്ക് വെച്ചുകൊണ്ട് ധ്യാൻ ചോദിച്ചു. അതൊന്നും അല്ല, നിങ്ങളുടെ കുഞ്ഞിനൊരു പൂതി. തൻ്റെ വീർത്ത വാരിൽ തലോടി ധ്യാനിനെ കടക്കണ്ണിട്ട് നോക്കിക്കൊണ്ട് രാധു പറഞ്ഞു. എന്താണവ പൂതി? രാധുവിൻ്റെ നോട്ടം ശ്രദ്ധിച്ച ധ്യാൻ വന്ന ചിരി അടക്കി നിർത്തിക്കൊണ്ട് ചോദിച്ചു. അത് പിന്നെ നിങ്ങളുടെ കുഞ്ഞിന് ഇപ്പോൾ ഷവർമ്മ വേണമെന്നാ പറയുന്നത്. അത് ചീസ് ഷവർമ്മ. ഞാൻ പറഞ്ഞതാ, അച്ഛൻ പാവല്ലേ, ബുദ്ധിമുട്ടിക്കാൻ പാടില്ലെന്നൊക്കെ. പക്ഷെ പറഞ്ഞത് കേൾക്കണ്ടേ? വയറിൽ തലോടി വിഷമം നടിച്ചുകൊണ്ട് രാധ പറഞ്ഞു. എടി കള്ളി, നിനക്ക് വേണമെങ്കിൽ അത് പറഞ്ഞാൽ പോരെ, വെറുതെ എന്തിനാ ഒന്നും അറിയാത്തൻ്റെ കുഞ്ഞിനെ പറയുന്നത്? അവളുടെ വയറിൽ തലോടി ധ്യാൻ ചോദിച്ചതും രാധ ധ്യാനം നോക്കി പല്ലളിച്ച് കാണിച്ചു. മാഷിന് ബുദ്ധിമുട്ടാണെങ്കിൽ വേണ്ട, പിന്നെ ഒടുക്കത്തെ ബുദ്ധിമുട്ടാണ്. രാധ പറഞ്ഞത് കേട്ട് ധ്യാൻ പറഞ്ഞതും രാധുവിൻ്റെ മുഖം വാടി. എൻ്റെ കുഞ്ഞിന് വേണ്ടിയല്ലേ, അതുകൊണ്ട് ഇത്തിരി ബുദ്ധിമുട്ടേണ്ടി വന്നാലും എനിക്ക് കുഴപ്പമില്ല. കേട്ടോടി ഉണ്ടക്കണ്ണി. രാധുവിൻ്റെ കവളിൽ പിച്ചിക്കൊണ്ട് ധ്യാൻ പറഞ്ഞതും രാധുവിനെ കണ്ണു കൂർപ്പിച്ച് നോക്കിയതും അവളുടെ കവളിൽ ചുംബിച്ച് ധ്യാൻ ബെഡിൽ നിന്ന് എണീറ്റു. സമയം 12 കഴിഞ്ഞ സ്ഥിതിക്ക് കിട്ടാൻ ഇത്തിരി പ്രയാസം. എന്നാലും ഞാൻ പോയി നോക്കട്ടെ. ഷർട്ട് എടുത്തിട്ട് ബൈക്കിൻ്റെ കീയും എടുത്ത് റൂമിന് വെളിയിലേക്ക് നടക്കുന്നതിനിടയിൽ ധ്യാൻ രാധുവിനോട് പറഞ്ഞു. എനിക്ക് വേണ്ട മാഷേ, നാളെ വാങ്ങിത്തന്നാൽ മതി. അത് വേണ്ട, ഞാൻ പോയി പെട്ടെന്ന് വരാം. അച്ഛനെയും അമ്മയും ഒന്ന് ഉണർത്തണ്ടേ. പതിയെ മെയിൻ ഡോർ തുറന്ന് പുറത്തേക്ക് ഇറങ്ങുന്നതിനിടയിൽ ധ്യാൻ പറഞ്ഞതും രാധ ശരിയെന്ന രീതിയിൽ തല കുലുക്കി. നിൽക്കും മാഷേ, ഞാൻ ഹെൽമെറ്റ് എടുത്തിട്ട് വരാം. ബൈക്കിൽ കയറാൻ ഒരുങ്ങുന്ന ധ്യാനെ തടഞ്ഞുകൊണ്ട് രാധു പറഞ്ഞു. ഇത്രയും വരെ പോകാനൊന്നും അത് വേണ്ട, നീ ഉള്ളിലേക്ക് പോയി കഥ കടിച്ചേരി. സൂക്ഷിച്ചു പോണേ മാഷേ. അത്രയും പറഞ്ഞ് രാധ ഉള്ളിലേക്ക് കയറിപ്പോയതും ധ്യാൻ ബൈക്ക് എടുത്ത് അവിടെ നിന്ന് പോയി. ധ്യാൻ പോയതും രാധ തിരികെ റൂമിൽ തന്നെ വന്ന് ജനാല വഴി പുറത്തേക്ക് തന്നെ നോക്കിയിരുന്നു. സമയം ഇഴഞ്ഞു പോകുന്തോറും രാധുവിന് എന്തെന്നില്ലാത്ത ആദ്യം നിറഞ്ഞു. ധ്യാൻ പോയിട്ട് 1.5 മണിക്കൂറായെന്ന് കണ്ടതും രാധു വീണ്ടും ധ്യാൻ്റെ ഫോണിലേക്ക് ഡയൽ ചെയ്തുവെങ്കിലും കോള് കണക്റ്റ് ആക്കുന്നത് രാധുവിൽ ഭയം നിറച്ചു. ഒപ്പം മനസ്സിലരുതാത്തത് എന്തൊക്കെയോ സംഭവിക്കാൻ പോകുന്നത് പോലുള്ളൊരു തോന്നൽ ഉയർന്നു വരാൻ തുടങ്ങിയതും ഭയം കൊണ്ട് അവളുടെ ഉടൽ വിറച്ച് കണ്ണുകൾ നിറഞ്ഞു. ധ്യാനെ കാണാത്തത് കൊണ്ട് അച്ഛനെയും അമ്മയെയും വിളിക്കാൻ വേണ്ടി റൂമിന് വെളിയിലേക്ക് ഇറങ്ങിയപ്പോഴാണ് വീടിന് മുന്നിൽ ബൈക്ക് വന്ന് നിൽക്കുന്ന ശബ്ദം കേട്ടത്. ധ്യാനാകുന്ന ഉറപ്പിൽ രാധു വയറും താങ്ങി ഡോറ് തുറന്ന് പുറത്തേക്ക് ഓടി. അയ്യോ എൻ്റെ കൊച്ച്, പതിയെ ഓട് പെണ്ണേ. ബൈക്കിൽ നിന്നിറങ്ങിയ ധ്യാൻ വയറും താങ്ങി പിടിച്ച് ഓടി വരുന്ന രാധുവിനെ കണ്ട് നെഞ്ചിൽ കൈവച്ച് നിലവിളിച്ചുകൊണ്ട് വേഗത്തിൽ അവളുടെ അടുത്തേക്ക് വന്നതും രാധ സങ്കടത്തിൽ അവൻ ഇറുകപ്പെടുന്നു. ഞാൻ പേടിച്ചു പോയി മാഷെ, ഞാനിനി ഒരു ആഗ്രഹം പറയില്ല. മാഷ് ഇത്ര നേരം എവിടെയായിരുന്നു? ധ്യാന്റെ നെഞ്ചിലേക്ക് മുഖം പോയിട്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് രാധു പറഞ്ഞു. രാധു, നീ ഇങ്ങനെയൊക്കെ അറിയില്ലേ, ഇങ്ങനെ കരഞ്ഞ് വെറുതെ ഒന്ന് വരുത്തി വെക്കല്ല പെണ്ണേ. രാധുവിനെ തന്റെ നെഞ്ചിൽ നിന്നും മടത്തി മാറ്റി അവളുടെ മുഖം തുടച്ചു കൊടുത്തുകൊണ്ട് ധ്യാൻ പറഞ്ഞു. ഞാൻ ശരിക്കും പേടിച്ചു. ധ്യാനെ നോക്കി ഏങ്ങിക്കരഞ്ഞുകൊണ്ട് രാധു പറഞ്ഞു. നീ ഇങ്ങനെ പേടിക്കാനൊന്നുമില്ല, ഇത്രയും നേരമായോണ്ട് എവിടെയും കിട്ടാനില്ലായിരുന്നു. കുറച്ച് ദൂരം പോകേണ്ടി വന്നു, അതാ വൈകിയത്. കയ്യിലെ കവർ അവൾക്ക് കാണിച്ചു കൊടുത്തുകൊണ്ട് ധ്യാൻ പറഞ്ഞു. ഇങ്ങ് പോന്നാ പോരായിരുന്നോ? ദേ രാധു, നീ കരച്ചിൽ നിർത്തിയേ.
ഈ ടൈമിൽ കരയുന്നത് നല്ലതല്ല. ദാ നീ പറഞ്ഞ ഷവർമ്മ കൊണ്ടുവന്നിട്ടുണ്ട്, വന്ന് കഴിക്ക്. രാധുവിനെ ചേർത്ത് പിടിച്ച് അതും പറഞ്ഞ് ധ്യാൻ അവളെയും കൂട്ടി ഉള്ളിലേക്ക് നടന്നു. നിന്റെ സങ്കടം നീ മാറിയില്ല രാധു. ഷവർമ്മ കഴിക്കാൻ എടുത്തു വെച്ചിട്ടും അത് കഴിക്കാതെ വാടിയ മുഖത്തോടെ ഇരിക്കുന്ന രാധുവിനെ നോക്കി ധ്യാൻ ചോദിച്ചു. എനിക്ക് മനസ്സിനെന്തോ അസ്വസ്ഥത പോലെ. ആദ്യം നീ വെറുതെ ഓരോന്ന് ആലോചിച്ച് ടെൻഷൻ അടിച്ച് കരഞ്ഞതിൻ്റെയാണ്. ഈ ഷവർമ്മ കഴിച്ചാൽ അതൊക്കെ മാറും. റെപ്പ് കളഞ്ഞ് അവൾക്ക് നേരെ നീട്ടിക്കൊണ്ട് ധ്യാൻ പറഞ്ഞതും രാധു അത് വാങ്ങി കഴിച്ചു. മതി മാഷേ. പകുതി കഴിച്ചത് രാധു മതി എന്ന് പറഞ്ഞ് എഴുന്നേറ്റു. മുഴുവൻ കഴിക്ക് രാധു. എനിക്ക് വേണ്ട, മാഷ് കഴിച്ചോ. രാധു കഴിക്കാൻ വിസമ്മതിച്ചുകൊണ്ട് പറഞ്ഞു. എന്നാ ശരി, നീ പോയി കൈയും വായും കഴിക്കും. അവൾ കഴിച്ചതിൻ്റെ ബാക്കി കഴിക്കാൻ എടുത്തുകൊണ്ട് പറഞ്ഞതും രാധു വാഷ് ബേസിൻ്റെ അരികിലേക്ക് നടന്നു. ധ്യാൻ കഴിച്ച് കഴിഞ്ഞ് ടേബിൾ ക്ലീനാക്കി കൈയും വായും കേക്കി ഹാളിലേക്ക് വന്നതും കാണുന്നത് സെറ്റിയിൽ വയറും തടവിരിക്കുന്ന രാധവിനെയാണ്. എന്തു പറ്റി? അവളുടെ മുഖം ചുളിയുന്നത് കണ്ട് ഉടുത്തിരുന്ന കാവ്യ കയ്യിലിട്ട് തുമ്പ് കൊണ്ട് മുഖം തുടിച്ച് രാധവിൻ്റെ അരികിലേക്ക് വന്നുകൊണ്ട് ധ്യാൻ ചോദിച്ചു. അറിയില്ല, വയറിൻ്റെ ഉള്ളിലൊക്കെ എന്തോ പോലെ ചെറുതായൊരു വേദനയൊക്കെ ഉണ്ട്. ആവശ്യമില്ലാതെ ടെൻഷൻ അടിച്ച് കരഞ്ഞു വിളിച്ചതിൻ്റെ ഏകും. ഇപ്പം ഭക്ഷണം കഴിച്ചത് ചിലപ്പോൾ ഗ്യാസ് ആയിരിക്കും. നീ വാ, റൂമിൽ പോയി കിടക്കാം. അത് പറഞ്ഞ് ധ്യാൻ രാധുവിൻ്റെ കൈയും പിടിച്ച് അവൾ എണീക്കാൻ സഹായിച്ചു. അമ്മേ! പെട്ടെന്ന് നട്ടലിലൂടെ ഒരു വേദന വന്ന് വയറിൽ തറച്ചതും രാധു ഒച്ച വെച്ച് വയറും പൊത്തിപ്പിടിച്ച് സെറ്റിയിലേക്ക് തന്നെ ഇരുന്നു. എന്താ രാധു? ധ്യാൻ രാധുവിൻ്റെ അരികിൽ വന്നിരുന്ന് വെപ്രാളത്തോടെ ചോദിച്ചു. വയറ് വേദനിക്കുന്നു മാഷേ. വേദന കടിച്ചു പിടിച്ചുകൊണ്ട് രാധു പറഞ്ഞു. അയ്യോ, നല്ല വേദന ഉണ്ട് രാധു. ധ്യാൻ ചോദിച്ചതും രാധു ഉണ്ടെന്ന രീതിയിൽ തലകുലുക്കി. പേടിക്കണ്ട, ഒന്നും വരില്ല, നീ വിളിക്ക്, ഞാൻ അമ്മയെ വിളിച്ചിട്ട് വരാം. രാധുവിൻ്റെ തോളിൽ തട്ടി സമാധാനിപ്പിച്ചു. അതും പറഞ്ഞ് ധ്യാൻ വേഗം അമ്മയും അച്ഛനും കിടക്കുന്ന റൂമിൻ്റെ അരികിലേക്ക് നടന്നു. എന്താടാ? റൂമിൻ്റെ വാതിൽ തുറന്നു വന്ന അമ്മയും അച്ഛനും മുന്നിൽ നിൽക്കുന്ന ധ്യാനം നോക്കി ഉറക്കച്ചടപ്പോടെ ചോദിച്ചു. അമ്മേ, രാധുവിന് വയ്യ. എന്തു പറ്റി അവൾക്ക്? ധ്യാൻ പറഞ്ഞത് കേട്ട് അമ്മ മുടി വാരിക്കെട്ടി വെപ്രാളത്തിൽ മുന്നോട്ട് നടന്നുകൊണ്ട് ചോദിച്ചു. അറിയില്ലമ്മേ, അവൾക്ക് വേദന എടുക്കുന്നുണ്ടെന്ന്. ഡേറ്റ് ആകാൻ ഇനി 2 ആഴ്ച ഉണ്ടല്ലോ. കഴിഞ്ഞ ദിവസം ഉണ്ടായതുപോലെ ഗ്യാസിൻ്റെ വേദന വല്ലതും ആണോ? അറിയില്ല. ഇരുവരും അതും പറഞ്ഞ് ഹാളിലേക്ക് എത്തിയതും കാണുന്നത് ആകെ വിയർത്ത് വേദന കടിച്ചു പിടിച്ച് വയറ് താങ്ങിയിരിക്കുന്ന രാധവിനെയാണ്. എന്താ മോളെ, തീരെ വയ്യേ? രാധുവിൻ്റെ അടുത്ത് വന്ന് അവളുടെ കവളിൽ പിടിച്ചുകൊണ്ട് ധ്യാനിൻ്റെ അമ്മ ചോദിച്ചതും വേദന കാരണം കലങ്ങിയ കണ്ണുയർത്തി രാധുവിനെ നോക്കി തലയാട്ടി. മോൾക്ക് തീരെ വയ്യ, ഹോസ്പിറ്റലിൽ പോകാം. നോക്കി നിൽക്കാതെ പോയി വണ്ടി സ്റ്റാർട്ടാക്കടാ. രാധുവിൻ്റെ അവസ്ഥ കണ്ട ധ്യാനിൻ്റെ അച്ഛൻ ധ്യാനോടായി പറഞ്ഞു. ഞാൻ സാധനങ്ങൾ എടുത്തിട്ട് വരാം. അമ്മ അതും പറഞ്ഞ് വേഗം റൂമിലേക്ക് ഓടിയതും കാറിന് കീ എടുത്തു വന്ന് ധ്യാൻ രാധുവിനെയും കൊണ്ട് പുറത്തേക്ക് നടന്നു. രാധുവിന് ബാക്ക് സീറ്റിൽ ഇരുത്തിയപ്പോഴേക്കും വേണ്ട സാധനങ്ങളെല്ലാം അടങ്ങിയ ബാഗുമായി ധ്യാനിൻ്റെ അമ്മയും വന്നിരുന്നു. അമ്മ രാധുവിൻ്റെ അടുത്തായി കയറിയിരുന്നതും അച്ഛൻ വേഗം കോഡ്രൈവ് സീറ്റിലേക്ക് കയറി. രാധുവിൻ്റെ കവിളിലൊന്ന് തട്ടി ഡോർ അടച്ച് ധ്യാൻ വേഗം കോഡ്രൈവ് സീറ്റിലേക്ക് കയറിയിരുന്നു. നിർത്താതെയുള്ള ഫോണിൻ്റെ റിങ് കേട്ടതും ഡേവിഡ് മിത്രയിൽ നടന്നു മാറി. കട്ടിലിൻ്റെ കാലിൽ കിടക്കുന്ന മുണ്ടെടുത്തു കൊടുത്തു. സ്ക്രീനിൽ ധ്യാനിൻ്റെ പേര് തെളിഞ്ഞ് കണ്ടതും ഡെവി വേഗം കോൾ അറ്റൻഡ് ചെയ്തു. ആര് ചായ? ഡെവി ഉടനെ തന്നെ സംസാരിച്ച് ഫോൺ വെച്ചത് കേട്ട് മിത്ര ചോദിച്ചു. ധ്യാന വിളിച്ചത്. രാധുവിന് വയ്യാതെ ഒരു ഹോസ്പിറ്റലാണെന്ന്. ഞാൻ ഏതായാലും അവിടെ ഒന്ന് പോയിട്ട് വരാം. ഫോൺ മാറ്റി വെച്ച് ഫ്രഷ് ആകാൻ വേണ്ടി തോർത്തെടുത്ത് തോളിലിട്ടുകൊണ്ട് ഡെവി മിത്രയോടായി പറഞ്ഞു. അയ്യോ, എന്താ ഞാനും വരുന്നുണ്ട്. ഇപ്പം ഞാൻ പൊക്കോളാം ദേവാ, നിനക്ക് നാളെ പോകാം. മിത്രയെ തടയാൻ ശ്രമിച്ചുകൊണ്ട് ഡേവിഡ് പറഞ്ഞു. പറ്റത്തില്ല, ഞാനും വരും ചായൻ്റെ കൂടെ. ഡ്രസ്സ് എടുത്തിട്ട് കട്ടായം പോലെ അതും പറഞ്ഞ് മാറ്റിയെടുക്കാനുള്ള ഡ്രസ്സും എടുത്ത് ഡെവിയുടെ കൂടെ പുറത്തേക്ക് നടന്നു. മിത്ര ബാത്റൂമിലേക്ക് ഫ്രഷ് ആകാൻ കയറിയതും ഡെവി വേഗം കിണറ്റിൻകരയിൽ നിന്നും മേലി കഴുകി. നീ വേഗം റെഡിയായി വാ, ഞാൻ അപ്പോഴേക്കും അപ്പനോട് കാര്യം പറഞ്ഞു വരാം. മുടി ചെയ്യുന്ന മിത്രയോടായി ഡെവി പറഞ്ഞ് ഷർട്ടിൻ്റെ ബട്ടൺസ് ഇട്ട് താഴേക്ക് പോയി. ഡെവി അപ്പനെ വിളിച്ചുകൊണ്ടി കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോഴേക്കും മിത്രയിൽ റെഡിയായി വന്നതും ഇരുവരും വേഗം ഹോസ്പിറ്റലിലേക്ക് പോയി. ഡോക്ടർ പരിശോധിച്ച് കഴിഞ്ഞ് രാധുവിന് ഡെലിവറി ഉണ്ടാകാൻ സമയമെടുക്കുമെന്ന് പറഞ്ഞതും അവരൊരു പേ വാർഡ് എടുത്തു. ഡെവിയും മിത്രയും വരുമ്പോൾ കാണുന്നത് റൂമിന് മുന്നിലൂടെ രാധുവിൻ്റെ കൈയും പിടിച്ച് നടക്കുന്ന ധ്യാനെയാണ്. ഡോക്ടർ എന്ത് പറഞ്ഞു? മിത്രയും കൊണ്ട് അവരുടെ അടുത്തേക്ക് വന്നുകൊണ്ട് ധ്യാനോട് ചോദിച്ചു. ഡെലിവറി നടക്കാൻ ടൈം എടുക്കുന്ന. എൻ്റെ മിത്രേ, എനിക്ക് വയ്യടി, എന്തൊരു വേദനയാണ്. മിത്രയെ കണ്ടെന്നും അവളുടെ തോളിലേക്ക് ചാഞ്ഞ് കരഞ്ഞു വിളിച്ചുകൊണ്ട് പറഞ്ഞു അവൾ.
പോട്ടെ രാധു, ഈ വേദനയൊക്കെ കുറച്ച് കഴിഞ്ഞാൽ മാറും, മിത്ര അവൾ ആശ്വസിപ്പിച്ചുകൊണ്ട് പറഞ്ഞു. സമയം വീണ്ടും കടന്നുപോയി. മണിക്കൂറുകൾ കടന്നു പോകും തോറും രാധുവിൻ്റെ വേദന കൂടി. രാധുവിൻ്റെ വേദന കണ്ടു നിൽക്കാനാകാതെ ധ്യാൻ ഡോക്ടറോട് പോയി അവൾക്ക് സിസേറിയൻ നടത്തിക്കൂടെന്ന് ചോദിച്ചെങ്കിലും സിസേറിയൻ കഴിഞ്ഞാലുള്ള ബുദ്ധിമുട്ടുകളെക്കുറിച്ച് ഡോക്ടർ ധ്യാനെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു. ആ തീരുമാനത്തിൽ നിന്ന് പിന്തിരിപ്പിച്ചു. നേരം പുലർന്നപ്പോഴേക്കും നാട്ടിൽ നിന്ന് രാധുവിൻ്റെ അച്ഛനും അമ്മയൊക്കെ എത്തിയിരുന്നു. തൻ്റെ അച്ഛനെയും അമ്മയും കൂടി കണ്ടതും രാധുവിൻ്റെ സങ്കടം ഇരട്ടിയായി. രാധുവിൻ്റെ വേദന വീണ്ടും കൂടിയതും അവൾ ഉടൻ തന്നെ റൂമിലേക്ക് മാറ്റിയിരുന്നു. ലേബർ റൂമിന് മുന്നിലൂടെ നഖവും കടിച്ച് ഇടനെഞ്ച് തിരുമ്മിയും കയ്യിലെ വാച്ചിൽ സമയം നോക്കിയും ധ്യാൻ നടന്നു. ഇതെല്ലാം കണ്ട് മിത്ര തൻ്റെ രാധുവിനെ ഓർത്ത് ആദിയോടെ ഡെവിയുടെ കയ്യിൽ ചുറ്റിപ്പിടിച്ചു നിന്നു. സമയം വീണ്ടും കടന്നു പോയതും ഡെലിവറി ടൈമിൽ രാധുവിന് ധൈര്യം കൊടുക്കാനെന്നും പറഞ്ഞ് ഒരു നേഴ്സ് വന്ന് ധ്യാനെ ലേബർ റൂമിൻ്റെ ഉള്ളിലേക്ക് കൊണ്ടുപോയി.